പള്ളിക്കൽ സുനിൽ. ഒരു വ്യക്തിയുടെ സമ്പന്നമായ ജീവിതത്തിന് നിദാനം വിദ്യാഭ്യാസമോ സൗന്ദര്യമോ സമ്പത്തോ കുല ഗുണങ്ങളോ അല്ല, മറിച്ച് സ്നേഹസമ്പന്നമായ പെരുമാറ്റവും നല്ല വാക്കുകളിലൂടെയുള്ള വിവേകബോധത്തോടെയുള്ള സംസാരവും കളങ്കമില്ലാത്ത പെരുമാറ്റ സംഹിതകളും ജീവിതത്തിൽ താനൊന്നും പ്രതീക്ഷിക്കാതെ തന്നിൽ ഉള്ളത് മറ്റുള്ളവർക്ക് നൽകുവാൻ കൊടുക്കുന്തോറും ഏറുന്ന അറിവിന്റെ വിശാല മേഖലകളിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സഞ്ചരിക്കാനുള്ള മഹോന്നതമായ തത്വങ്ങളാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ഹരിചന്ദ്ര മഹാരാജാവിന്റെ അടുക്കലേക്ക് വിമാനവുമായി ദേവദൂതന്മാർ എത്തിയപ്പോൾ എന്നെ രാജാവാക്കിയ, എന്നെ സ്നേഹിച്ച, എന്റെ പ്രജകളില്ലാത്ത ഒരു സ്വർഗം എനിക്കൊരിക്കലും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ദേവദൂതന്മാർ അത്ഭുതപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ നമ്മൾ കയറുന്ന ഹോട്ടലിലെ ഉടമസ്ഥന്റെ ഈശ്വരൻ തന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരാണ്. ഒരു ബസ് സർവീസ് നടത്തുന്ന ഉടമസ്ഥന്റെ ഈശ്വരൻ ആ ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ്. തന്റെ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന സാധാരണക്കാരാണ് ആ ഉടമസ്ഥന്റെ ഈശ്വരൻ. പുരാണത്തിൽ ചോദിക്കുന്നു, ഭഗവാന്റെ ഈശ്വരൻ ആരാണ്? നാരദൻ പറയുന്നു, ഭക്തനാണ് എന്ന്. നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞാൽ പോരാ, ഈശ്വരൻ നമ്മൾ ഭക്തരാണെന്ന് അംഗീകരിക്കണം. ഞാൻ ഒരാളിന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഗുരു പറയണം ആ വ്യക്തി എന്റെ ശിഷ്യനാണ് എന്ന്. ഈ പ്രപഞ്ചത്തിന്റെ ഉദാത്തമായ രാഗ താള ഭാവ ലയങ്ങളിൽ ഓരോ ജീവിക്കും അവരുടേതായ പങ്കുണ്ട്. ലോകമേ തറവാട് നമുക്ക് ഈ ചെടികളും പുലികളും പുഴുക്കളും ഒളിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി എന്ന മഹത്തായ ദർശനം നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു കൈമുതലാണ്. സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയാത്ത പലതും സംസ്കാരം കൊണ്ട് നേടാൻ സാധിക്കും. അറിവുണ്ടെങ്കിലും തിരിച്ചറിവുണ്ടാവണം, സമ്പത്തുണ്ടെങ്കിലും സംസ്കാരം ഉണ്ടാവണം, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവേകം ഉണ്ടാവണം. അപ്പൊ സമ്പത്തിനേക്കാൾ പ്രാധാന്യം സംസ്കാരത്തിനും, അറിവിനേക്കാൾ പ്രാധാന്യം തിരിച്ചറിവിനും, വിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യം വിവേകത്തിനും നൽകിയ ഒരു പൈതൃകം ഭാരതത്തിനുണ്ട്. ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ലിംഗ ഭേദം ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന മനസ്സിന്റെ ഉടമകളായി മാറാനുള്ള ഒരു വലിയ പരിശ്രമം വ്യക്തി ജീവിതത്തിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ സമൂഹത്തിനൊരു വലിയ പങ്കുണ്ട്. ഈശ്വരീയ ധർമ്മത്തിന്റെ ആ വലിപ്പത്തിലേക്ക് ചെന്നെത്താൻ ബൈബിൾ വായിച്ചാലും ഖുർആൻ വായിച്ചാലും ഭാഗവതം വായിച്ചാലും എത്തുന്നത് നന്മയിലേക്കാണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമകളാകാൻ പരിശ്രമിച്ചാൽ ഈ പ്രകൃതി നമ്മളെ സർവകലാശാലയായി മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ അനുഭവമുള്ള ഒരു തലമുറയെ കാത്താണ് പ്രകൃതിശ്രീ നിലനിൽക്കുന്നത് എന്ന് നമ്മുടെ ആചാര്യന്മാർ സുഭാഷിതങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് പള്ളിക്കൽ സുനിൽ.